നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബംഗാളിലെ ജാപ്തൂർ സർവകലാശാലയിൽ SFIക്ക് മിന്നും ചെയ്യാം. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ് എന്നീ 3 വിഭാഗങ്ങളെയും മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛാത്ര പരിഷത്തിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. ABP സ്ഥാനാർത്ഥികൾ നോട്ടയേക്കാൾ പിന്നിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 21, 24 തീയതികൾ നടന്ന വോട്ടെടുപ്പിന് ശേഷം തിങ്കളാഴ്ചയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഉജ്ജ്വല വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ SFI കേന്ദ്ര കമ്മിറ്റി അഭിവാദ്യം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ആഘോഷങ്ങളില്ലാതെ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സമാപനം. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഉപചാരം ചൊല്ലിപ്പിരിയലോടെ പൂർത്തിയായി. പാറേമക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ പടിഞ്ഞാറേ നടയിലെ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് ഉപചാരം ചൊല്ലി വേർപിരിഞ്ഞതോടെ തെക്കിൻകാട് മൈതാനം അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലേക്ക് വഴിമാറി. 15 ആനകളുടെ അകമ്പടിയോടെ, പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഘടകപുരങ്ങൾ എത്തിയത്. മണിക്കനാൽ പന്തലിൽ നിന്നും പാറേമക്കാവും നായ്ക്കനാൽ പന്തലിൽ നിന്നും തിരുവമ്പാടിയും ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളി. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഉപചാരം ചൊല്ലലിന് ശേഷമുള്ള വർണ്ണവമായ വെടിക്കെട്ടും ഇത്തവണ ഉണ്ടായില്ല. 2027 ഏപ്രിൽ 17 അടുത്ത പൂരത്തിന് കൊടിയേറുന്നത്. അതേസമയം വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മരിച്ചവരുടെ എണ്ണം 17 ഉയർന്നു. ചികിത്സയിലായിരുന്ന 2 പേർ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തിന് കീഴടങ്ങിയതോടെയാണിത്. നിലവിൽ 2 പേർ കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്കായി വിദഗ്ധ ചികിത്സയാണ് ലഭ്യമാക്കുന്നത്. അപകട സ്ഥലത്തു നിന്നും ശേഖരിച്ച ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി DNA പരിശോധന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഹജ്ജ് 2026. കണ്ണൂരിൽ നിന്നുമുള്ള ആദ്യ വിമാനം മെയ് 6. 13 സർവീസുകൾ, 4550 തീർത്ഥാടകർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം മെയ് 6 പുലർച്ചെ 2:30 പുറപ്പെടും. ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളായി 4550 തീർത്ഥാടകർ ഹജ്ജ് യാത്രയുടെ ഭാഗമാകും. യാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം മെയ് 5 വൈകിട്ട് 4 മണിക്ക് നടക്കും. തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനായി ഹജ്ജ് ക്യാമ്പിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യ പരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും. ഇതോടൊപ്പം എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൗണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും ക്യാമ്പിൽ സജ്ജീകരിക്കും. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും താൽക്കാലിക വിശ്രമത്തിനായി പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കും. ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാ സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും വിലയിരുത്തുന്നതിനായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM കലാഭാസ്കറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മുൻവർഷത്തെ പോലെ തന്നെ കൂടുതൽ കാര്യക്ഷമമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഹാജിമാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തണമെന്ന് ADM വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K. കക്കൂത്ത്, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, OV ജാഫർ, കണ്ണൂർ ക്യാമ്പ് ഇൻചാർജ് PK യാസർ അർഫാത്ത്, കണ്ണൂർ ഹജ്ജ് ഹൗസ് നോഡൽ ഓഫീസർ ACK ഗഫൂർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. രക്ഷിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. മെഡിക്കൽ കോളേജിൽ രക്ഷിതാക്കൾ വേണ്ടെന്ന് വെച്ച് 7 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ആലപ്പുഴ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. സറണ്ടർ നിയമപ്രകാരമാണ് ശനിയാഴ്ച കുഞ്ഞിനെ ഏറ്റെടുത്തത്. കുട്ടിക്ക് മയൂരി എന്ന് പേരിട്ടു. പലവിധത്തിലുള്ള ജീവിത സാഹചര്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സർക്കാർ സംരക്ഷണയിൽ നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നത്. സറണ്ടർ ചെയ്ത കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത് ശിശുവികസന ഭവനിൽ തുടർ സംരക്ഷണത്തിനായി നൽകി. ഇനി 60 ദിവസം മാതാവിനായി സ്ഥാപനം കാത്തിരിക്കും. അതിനുശേഷം കുഞ്ഞിനെ സർക്കാരിന്റെ ദത്തെടുക്കൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നൽകാനുള്ള നടപടിയിലേക്ക് നീങ്ങും. മെഡിക്കൽ കോളേജിൽ നടന്ന സറണ്ടർ നടപടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഗീത, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജിജി ജോൺ, ശിശു വികസന ഭവൻ ഹോം മാനേജർ മിഥുൻ ഷോ, സോഷ്യൽ വർക്കർ പ്രീമ, അഞ്ജലി എന്നിവർ പങ്കെടുത്തു. ബംഗാളിലെ ജാപ്തൂർ സർവകലാശാലയിൽ SFIക്ക് മിന്നും ചെയ്യാം.
ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. എഞ്ചിനീയറിംഗ്, ആർട്സ്, സയൻസ് എന്നീ 3 വിഭാഗങ്ങളെയും മുഴുവൻ സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛാത്ര പരിഷത്തിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. ABP സ്ഥാനാർത്ഥികൾ നോട്ടയേക്കാൾ പിന്നിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 21, 24 തീയതികൾ നടന്ന വോട്ടെടുപ്പിന് ശേഷം തിങ്കളാഴ്ചയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഉജ്ജ്വല വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ SFI കേന്ദ്ര കമ്മിറ്റി അഭിവാദ്യം ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ സാധ്യമാകുന്ന എല്ലാ പിന്തുണയും ഇറാന് നൽകുമെന്ന് കൂടിക്കാഴ്ചയിൽ പുതിൻ വാഗ്ദാനം ചെയ്തു. റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ദുഷ്കരമായ കാലഘട്ടത്തിലൂടെയാണ് ഇറാൻ ജനത കടന്നുപോകുന്നതെന്ന് പറഞ്ഞ പുതിൻ എത്രയും പെട്ടെന്ന് സമാധാനം പുലരുമെന്നും ഇറാൻ ഈ സാഹചര്യത്തെ അതിജീവിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇറാന്റെ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും തങ്ങളാൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുതിൻ പറഞ്ഞു. ഇറാനിലും മറ്റു പ്രാദേശിക രാജ്യങ്ങളിലും സമാധാനം പുലരുന്നതിനായി മോസ്കോ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുതിൻ പറഞ്ഞതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ പ്രസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശം എനിക്ക് ലഭിച്ചു. ഇതിന് എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഇറാനെ പോലെ റഷ്യയും തന്ത്രപരമായ ബന്ധം തുടരാൻ ഉദ്ദേശിക്കുന്നുവെന്നും പുതിൻ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലെത്തിയത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇറാനും റഷ്യയും എപ്പോഴും കൂടിയാലോചന നടത്തുന്നുണ്ടെന്ന് അരാക്ചി പറഞ്ഞു. സമീപകാലത്ത് ഈ ബന്ധത്തിൽ ഒരു വിടവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നയതന്ത്രപരമായി അതൊക്കെ പരിഹരിക്കപ്പെട്ടെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അഗ്നിക്കാവടിക്കിടെ തീക്കുണ്ടത്തിൽ വീണു, പൊള്ളലേറ്റ യുവാവ് ചികിത്സയിൽ. ആറ്റിങ്ങലിൽ അഗ്നിക്കാവടിക്കിടെ യുവാവ് തീയിൽ വീണു. മണമ്പൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് സംഭവം. ഞായറാഴ്ച രാത്രി 8 മണിയോടാണ് സംഭവം. ക്ഷേത്രത്തിൽ അഗ്നിക്കാവടിയുടെ ഭാഗമായി തയ്യാറാക്കിയ തീക്കുണ്ടത്തിൽ ചാടവയാണ് കാല് തട്ടി വീണ് പൊള്ളലേറ്റത്. മണമ്പൂർ സ്വദേശി റിജുവിനാണ് പൊള്ളലേറ്റത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടി. അപകടത്തിൽ റിജുവിന്റെ 2 കൈകാലുകൾക്കും വയറ്റിലും പൊള്ളലേറ്റുണ്ടെന്ന് റിപ്പോർട്ട്. റിജു കഴിഞ്ഞ വർഷവും തീക്കുണ്ടത്തിൽ ചാടി അഗ്നിക്കാവടിയിൽ പങ്കെടുത്തിരുന്നു. മോനെ ആഞ്ചലോ, മമ്മൂട്ടി വിളിച്ചു. ആഞ്ചലോ ആദ്യമായി കേട്ടു. കാതോട് കാതരം ശസ്ത്രക്രിയ വിജയകരം. മോനെ ആഞ്ചലോ, ഞാൻ മമ്മൂട്ടിയാണ്. നന്നായി പഠിക്കണം, മിടുക്കനായി വളരണം. ഇത്രയും കാലം നിശബ്ദമായിരുന്ന കുഞ്ഞു ലോകത്തേക്ക് ആ ശബ്ദമെത്തി. ആദ്യമായി കേൾവി അനുഭവം തിരിച്ചറിഞ്ഞ ആഞ്ചലോയ്ക്ക് ആദ്യം അമ്പരപ്പ്. 4 വയസ്സുകാരൻ ആഞ്ചലോ ജീവിതത്തിൽ ആദ്യമായി കേട്ട മനുഷ്യ ശബ്ദം നടൻ മമ്മൂട്ടിയുടേതായി. ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശികളായ ജെയ്സൺ ആൻഷ ദമ്പതികളുടെ മകനായ ആഞ്ചലോയ്ക്ക് ജനനം മുതൽ കേൾവിയിലായിരുന്നു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് 12 ലക്ഷം രൂപ ചെലവിലാണ് ശസ്ത്രക്രിയയും അനുബന്ധ ഉപകരണങ്ങളും നൽകി പദ്ധതിയിലൂടെ സൗജന്യമായി ലഭ്യമാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് നടന്ന സ്വിച്ച് ഓൺ കർമ്മത്തിൽ മമ്മൂട്ടി ഫോണിലൂടെ സംസാരിച്ചാണ് ആഞ്ചലോയെ ശബ്ദയോടെ ലോകത്തേക്ക് വരവേറ്റത്. രാജഗിരി ആശുപത്രി ENT വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. വരുന്ന നാളുകളിൽ സ്പീച്ച് തെറാപ്പിയിലൂടെ ആഞ്ചലോ സംസാരിക്കാനും പഠിക്കും. വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷൻ പൂർത്തിയായി. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവ് ഓർഡർ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമന ഉത്തരവ് കൈമാറേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ അറിയിച്ചു. ബന്ധപ്പെട്ട സ്ഥാപന മേധാവി പ്രസ്തുത ഉത്തരവ് അതത് ജീവനക്കാരന് നൽകി എന്നത് ഓർഡർ സോഫ്റ്റ്വെയർ രേഖപ്പെടുത്തി എന്നത് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. പോളിംഗ് ഡ്യൂട്ടി ഉത്തരവ് മുഴുവൻ സ്ഥാപനങ്ങളെയും ജീവനക്കാർക്ക് നൽകി ആയത് ഓർഡർ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ചെന്നൈ മംഗളൂരു റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ. മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ റൂട്ടിൽ സ്പെഷ്യൽ എക്സ്പ്രസ് മെയ് 4 മുതൽ ജൂൺ 8 വരെയാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ സ്പെഷ്യൽ സർവീസ് നടത്തും. വൈകിട്ട് 4-ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് 10:55-ന് എഗ്മോറിൽ എത്തും. ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ മെയ് 5 മുതൽ ജൂൺ 9 വരെയാണ്. ചൊവ്വാഴ്ചകളിൽ സർവീസ് നടത്തും. പകൽ 2-ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 7-ന് മംഗളൂരിലെത്തും. 2 AC 2 ടയർ, 8 AC 3 ടയർ, 6 സ്ലീപ്പർ, 4 ജനറൽ, 1 ഭിന്നശേഷി കോച്ച് എന്നിവയുണ്ടാകും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ കേരളത്തിൽ സ്റ്റോപ്പ് ഉണ്ടാകും. ചൂടിൽ നിന്നും കുളിരിലേക്ക് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയെത്തുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. 29 മുതൽ മെയ് 1 വരെ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 29-ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ
ജില്ലകളിലും 30-ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് 1-ന് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലുമാണ് മുന്നറിയിപ്പുള്ളത്. 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം മേഘവൃതമാകാനും വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുവാനുമാണ് സാധ്യത. നിതിൻ രാജിന്റെ മരണം ഡോക്ടർ സംഗീത നമ്പ്യാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. അഞ്ചരക്കണ്ടി സ്വകാര്യ ദന്തൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാരെ അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ സംഗീതയുടെ മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് ഒളിവിലായിരുന്ന സംഗീത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായത്. ഏപ്രിൽ 10-ന് കോളേജിൽ നിന്നും വീണ്ടും വിദ്യാർത്ഥി മരിച്ചത്. നിതിൻ രാജ് മരിച്ച കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST വകുപ്പ് ചുമത്തിയാണ് അധ്യാപകർക്കെതിരെ ചക്കരക്കല്ല് പോലീസ് കേസെടുത്തത്. കേസിലെ 1-ാം പ്രതി ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. മുണ്ടക്കൈ ടൗൺഷിപ്പ് 110 kV സബ്സ്റ്റേഷന്റെ പ്രവൃത്തി ആരംഭിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ അതിജീവിതർക്കായി കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ KCB നിർമ്മിക്കുന്ന 110 kV സബ്സ്റ്റേഷന്റെ പ്രവൃത്തി ആരംഭിച്ചു. 1-ാമത്തെ സോണിൽ പ്രധാന കവാടത്തിനോട് ചേർന്ന 2.5 ഏക്കറിൽ നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. KCB ഏറ്റെടുത്ത ഭൂമിക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തുടങ്ങി. നിലമൊരുക്കിയ ശേഷം കെട്ടിടത്തിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും പ്രവൃത്തി ആരംഭിക്കും. സബ്സ്റ്റേഷനിൽ 12 MVA-യുടെ 2 ട്രാൻസ്ഫോമറുകൾ ഉണ്ടാകും. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സ്കാഡ് കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ കൺട്രോൾ യൂണിറ്റ് എന്നിവയും സജ്ജമാക്കും. ടൗൺഷിപ്പിന് പുറത്തേക്കും ഇവിടെ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യും. സബ്സ്റ്റേഷൻ സജ്ജമാക്കും വരെ കൂട്ടമുണ്ട മണിയങ്കോട്ട് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് ടൗൺഷിപ്പ് വൈദ്യുതി വിതരണം. 315 kV-യുടെ 2 ട്രാൻസ്ഫോമറുടെ 11 kV ലൈൻ ദുർബല വിതരണ ശൃംഖലയിലേക്ക് എത്തിച്ചാണ് നിലവിലെ വിതരണം. KCB വൈദ്യുതിക്ക് പുറമെ മുഴുവൻ വീടുകളിലും സോളാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആധുനിക രീതിയിൽ തൂണുകളില്ലാത്ത ഭൂഗർഭ വിതരണ ശൃംഖലയിലൂടെയാണ് ടൗൺഷിപ്പിലെ വൈദ്യുതി വിതരണം. ഉരുൾ പുനരധിവാസത്തിന്റെ ഭാഗമായി 52 കോടി രൂപയുടെ പദ്ധതിയാണ് KCB നടപ്പാക്കുന്നത്. ചൂരൽമലയിലെ വൈദ്യുതി ശൃംഖല നവീകരണം, നഗരസഭയിലെ വൈദ്യുതി ശൃംഖല നവീകരണം തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടും. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും തകർന്ന വൈദ്യുതി വിതരണ സംവിധാനം അത്യാധുനിക നിലവാരത്തിലാകും. KL-15 ബ്രാൻഡിൽ സ്വന്തം കുടിവെള്ളം വിൽക്കാൻ KSRTC ബസ്സുകളിൽ. KL-15 എന്ന ബ്രാൻഡിൽ സ്വന്തം കുടിവെള്ളം വിൽക്കാൻ KSRTC 13 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളം വിൽക്കാനാണ് തീരുമാനം. കേരള സർക്കാരിന്റെ ഔദ്യോഗിക കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വയാണ് KL-15 എന്ന പേരിൽ കുടിവെള്ളം നൽകുന്നത്. ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും കമ്മീഷനായി നൽകും. എന്നാൽ തൊഴിലാളി യൂണിയനുകളും കണ്ടക്ടർമാരും ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എതിർപ്പ് മറികടക്കാൻ ആദ്യഘട്ടത്തിൽ സ്വിഫ്റ്റ് ബസ്സുകളിൽ കരാർ ജീവനക്കാരെ കൊണ്ട് ഉടൻ കുടിവെള്ള വിൽപ്പന ആരംഭിക്കുമെന്നാണ് വിവരം. കുപ്പിവെള്ള വിൽപ്പനക്കായി പ്രത്യേക രജിസ്റ്റർ ടിക്കറ്റ് ആൻഡ് കാഷ് വിഭാഗത്തിൽ പരിപാലിക്കണമെന്ന് മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഈ രജിസ്റ്ററിൽ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോക്ക്, ഓരോ തവണയും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ എണ്ണം, അവശേഷിക്കുന്ന സ്റ്റോക്ക് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടക്ടർമാർക്ക് നൽകുന്ന കുപ്പിവെള്ളത്തിന്റെ കണക്ക് EDM വേബിലിൽ രേഖപ്പെടുത്തും. ഓൺലൈനായി സീറ്റ് റിസർവ് ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു കുപ്പിവെള്ളം നൽകാനും ആലോചനയുണ്ട്. വെള്ളത്തിന്റെ തുക ടിക്കറ്റിനൊപ്പം ഈടാക്കും. ഒരു ദിവസം 2 ലക്ഷം ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന സാഹചര്യത്തിൽ 8 ലക്ഷം രൂപ ഇതുവഴി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ബജറ്റ് ടൂറിസം യാത്രക്കാർക്കും കുപ്പിവെള്ളം നൽകും. റിസർവേഷൻ, കൂപ്പൺ, എൻക്വയറി കൗണ്ടറുകളിലും കുടിവെള്ള വിൽപ്പനയുണ്ടാകും. വെള്ളത്തിന്റെ വിലയായ 13 രൂപയും കാഷ് കൗണ്ടറിൽ അടക്കണമെന്നും
ജീവനക്കാർക്ക് ശമ്പളത്തിനൊപ്പം കമ്മീഷൻ നൽകാമെന്നുമായിരുന്നു ആദ്യ നിർദ്ദേശം. പുതിയ തീരുമാനമനുസരിച്ച് കമ്മീഷൻ തുക കുറച്ച് കൗണ്ടറിൽ അടച്ചാൽ മതി. ജീവനക്കാരുടെ എതിർപ്പ് മറികടക്കാനാണ് ആദ്യ തീരുമാനം മാറ്റിയത്. എന്നാൽ സ്ത്രീകളടക്കമുള്ള കണ്ടക്ടർമാർക്ക് വെള്ളക്കുപ്പികൾ ബസ്സിൽ കയറ്റുന്നതടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കണ്ടക്ടർ തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതിയ ജോലിയിൽ പ്രവേശിച്ചവരെ കൊണ്ട് വെള്ളം വിൽപ്പിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകുന്ന തിരക്കേറിയ ബസ്സുകളിൽ കുടിവെള്ള വിൽപ്പന അസാധ്യം.